വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പുതുതായി പണി കഴിപ്പിച്ച ജില്ലാ ആസ്ഥാന മന്ദിരം മയിൽ ചെക്കാടകാവിന് സമീപം 27 ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 28 ലക്ഷം രൂപ ചിലവിലാണ് കെട്ടിടം പണിതതെന്ന് രക്ഷാധികാരി KP രമേശൻ അറിയിച്ചു. PP ഷിബു, KR ഗോവിന്ദൻ, GV ജയൻകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഈ വയറിംഗ് മേഖലകളിലെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ 1950 ഇടപ്പള്ളി ആസ്ഥാനമായി കേവലം 24 അംഗങ്ങൾ ചേർന്ന് രൂപീകൃതമായ സംഘടനയാണ്. ഇന്ന് സംസ്ഥാനത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം 450 യൂണിറ്റുകളും പ്രവർത്തിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. ഈ മേഖലയിൽ തന്നെ പല സമയങ്ങളായി നമ്മൾ പത്രസമ്മേളനം വിളിച്ച് സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ചിരകാല സ്വപ്നമാണ് കണ്ണൂർ ജില്ലയിൽ ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മയിൽ ചെക്കാട്ടേകാവിന് സമീപം ഒരു 8 സെൻറ്റ് സ്ഥലത്തിൽ നല്ലൊരു മന്ദിരം നമുക്ക് പണിതീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന 27-ാം തീയതി രാവിലെ 10 മണിക്ക് നമ്മുടെ ആരാധ്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ PV രാകേഷ് അവർ നിർവഹിക്കുകയാണ്. സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ് PV രാകേഷ്. സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ വയറിംഗ് തൊഴിലാളികളെ വേടിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ മേഖലകളിൽ ജാതിമത ചിന്തയ്ക്ക് അതീതമായി വയറിംഗ് തൊഴിലെന്ന ഒറ്റ ചിന്തകൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലെ കൺസ്യൂമേഴ്സിനെയും അതുപോലെ തൊഴിലാളികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് 80 മുതൽ പ്രവർത്തനം ആരംഭിച്ച സംഘടന 84-ലാണ് കണ്ണൂർ ജില്ലയിൽ പ്രവർത്തനം തുടങ്ങിയത്. തളിപ്പറമ്പിലാണ് ആദ്യമായിട്ട് കണ്ണൂർ ജില്ല യൂണിറ്റ് രൂപീകരിച്ച് പ്രവർത്തനമായിരിക്കുന്നത്. ഇന്ന് കണ്ണൂർ ജില്ലയിൽ 14ഓളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 1150 അംഗങ്ങൾ ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അപ്രന്റീസുകളും ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസ് ബോർഡിൽ നിന്ന് ലൈസൻസ് കിട്ടി, പെർമിറ്റ് കിട്ടി, തൊഴിലിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം നേടിയ തൊഴിലാളികൾ മാത്രമാണ് ഈ സംഘടനയിലെ മെമ്പർമാരായിട്ടുള്ളത്.